നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ആണുങ്ങൾക്കുണ്ടാകുന്ന ഉത്തേജനക്കുറവ്. അതൊരു പ്രധാന സബ്ജക്റ്റാണ്. കാര്യം ഈ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമണായിട്ട് എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉത്തേജനക്കുറവ്. അങ്ങനെ വല്ല നിർബന്ധമൊന്നുമില്ല, എന്നാലും ഭൂരിപക്ഷം ആളുകളിൽ അതാണ് നമുക്ക് കണ്ടുവരുന്നത്. അതിന് പല പല കാരണങ്ങളാണ്. ഒന്ന്, സൈക്കോളജിക്കലായിട്ട് മാനസികപരമായിട്ടുള്ള പ്രോബ്ലംസ് വരും. പിന്നെ 2, ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ടുവരും. പിന്നെ 3, ആളുകളുടെ മദ്യപാനം, പുകവലി, പിന്നെ എന്ന് പറഞ്ഞാൽ സെഡൻറ്ററി ഹാബിറ്റ്സ്, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ഈ ചില സൈക്കാട്രിക്, അതായത് മാനസികപരമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ടും ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പിന്നെ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ രക്തക്കൊഴലുകൾക്കുണ്ടാകുന്ന രക്ത ഓട്ടത്തിൻ്റെ കുറവ് കൊണ്ടാണ്. കാരണം ഈ പുരുഷ ലിംഗം എന്ന് പറയുന്നത് ഏകദേശം 4 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും മതിയാവും ഒരു നല്ലൊരു ഉത്തേജനം വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളത്. ഈ അതിന് ഈ ലിംഗത്തിന് ഇംഗ്ലീഷ് പറയുന്നത് പെനീസാണിത്. അതിൻ്റെ ഈ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ചി മസിൽസാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള തലച്ചോറിലോ വികാരമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാർഡിയോ വാസ്കുലർ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടും ഇത് ഈ സ്പോഞ്ചി മസിൽസിന് രക്തഓട്ടം വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രക്തഓട്ടം വന്നെങ്കിൽ ഈ ഇറക്ഷൻ, അതായത് ഉത്തേജനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതിന് വേറെ പല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തേജനം പല രീതിയിലാണത് ആക്ട് ചെയ്യുന്നത്. ഒന്ന്, ഈ നമ്മുടെ മാനസികമായിട്ടുള്ള നില അത് പ്രധാനമായിട്ടിരിക്കും. രണ്ടാമത്, കാർഡിയോ വാസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും കണ്ടീഷൻ ആശ്രയിച്ചിരിക്കും. ഉദാഹരണം, ഈ ആർട്ടീരിയോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ഹാർഡനിങ് ഓഫ് ദി ആർട്ടറീസ്, അല്ലെങ്കിൽ വെയിന് ഈ രക്തക്കുഴൽ ഓടുന്ന പെനീസിലേക്കുള്ള അതായത് ലിംഗത്തിലേക്കുള്ളത് രക്തപ്രവാഹം വളരെ കുറയും. അതൊന്ന്. പിന്നെ ഞരമ്പിൻ്റെ പ്രോബ്ലം കൊണ്ട്. പിന്നെ നമ്മളിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. പരിഹാരത്തിന് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഹോർമോൺ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹോർമോൺസിൻ്റെ ആണോ അല്ലയോ എന്നറിയാം. അപ്പോൾ അത് ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെങ്കിൽ തന്നെയും അത് ഉണ്ടാവാം. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് വൈറ്റമിൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഏറ്റവും പ്രധാനമാണ് ഉത്തേജനത്തിന്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നതിൻ്റെ കുറയുന്നതിൻ്റെ കാരണം ഡയബറ്റീസ് പേഷ്യൻ്റ് ഇത് വളരെ കുറവ്. പിന്നെ ഞരമ്പിൻ്റെ ബലക്കുറവ് കൊണ്ടും വരും. അത് ഡയബറ്റീസ് പേഷ്യൻ്റ്. ഇതിന് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മനസ്സിനെ സ്റ്റഡിയായിട്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തേജനം ആവശ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ പങ്കാളിയായിട്ട് പറഞ്ഞ് അവരെ കൂടെ ബോധ്യപ്പെടുത്തി ആ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഉത്തേജനം കിട്ടുന്നതിന് പല കാരണങ്ങളാണ്, കുറയുന്നതിന് പല കാരണങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഹോർമോൺസാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഹോർമോൺസ് മാത്രമല്ല, മറ്റ് പല പല കാര്യങ്ങളും. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞരമ്പിനെയാണ് ഏറ്റവും ബാധിക്കുന്നത്. അത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഓർഗനെ മാത്രമല്ല, മറ്റെല്ലാ അവയവങ്ങളെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിവിധിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കുക. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ ആവാം, ഹോമിയോപ്പതിക് മെഡിസിൻ ആവാം, നാച്ചുറോപ്പതി ആവാം, ആയുർവേദമാവാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ സെൽഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തരുത്. അത് വയഗ്ര എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം, ഉത്തേജനത്തിനുണ്ടാകുന്ന കൊടുക്കുന്ന മരുന്നുകൾ. ഈ നാച്ചുറൽ വയാഗ്ര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ കെമിക്കലായിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഡോക്ടറെ ഇതില്ലാതെ കഴിഞ്ഞാൽ
അത് കൂടുതലായാലും പിന്നെ കുഴപ്പം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ പിന്നെ അഡ്വൈസ് അനുസരിച്ചിട്ട് ചെയ്യാവൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെയും ഒഴിവാക്കുന്ന നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയത് സെയിം ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സെൻറ്ററിൽ ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ ഒന്ന് അത് പിന്നെ കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ബ്ലോക്കിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ലേസർ തെറാപ്പിയാണ്. ഇപ്പോൾ ഉദാഹരണം ഞാനീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്യും, പിന്നെ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, പിന്നെ ബൈപ്പാസ് സർജറി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 lakhs rupees വരെ വരുന്നതാണ്. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ലേസർ തെറാപ്പി. ലേസർ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സർജറിയുടെ 1/4 ഭാഗം ചിലവ് മാത്രമേ, ഏറ്റവും ചിലവ് കുറവാണ്. അതുപോലെ തന്നെ കിലേഷൻ തെറാപ്പി, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ നിങ്ങൾക്കത് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപ്പറ്റി ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ നാരായണൻ സാറ്, പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ, ഇവരെയൊക്കെ ചികിത്സിക്കാനുള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.